എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോളം ക്രൊമാറ്റോഗ്രഫിയാണ്. ഇത് ക്രൊമാറ്റോഗ്രഫിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ 2 ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇത് കണ്ടു നോക്കുക. അപ്പം കോളം ക്രൊമാറ്റോഗ്രഫി മറ്റ് എല്ലാ ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്ക് പോലെ തന്നെ ഒരു മിക്സ്ചറിൽ നിന്ന് ഒരു കോമ്പൗണ്ടിനെ തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളം ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ അബ്സോർപ്ഷന്റെ ബേസിസിലായിട്ടാണ് നമ്മൾ വസ്തുക്കളെ തരംതിരിക്കുന്നത്. ഓക്കെ, ഈ കോളം ക്രൊമാറ്റോഗ്രഫി എന്ന പേര് വരാൻ കാരണം ഇവിടെ നമ്മൾ കോളമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് ട്യൂബോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ട്യൂബോ ആയിരിക്കും നമ്മൾ ഈ കോമ്പൗണ്ട്സ് ഒക്കെ എടുക്കുന്നത്. അതിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. അപ്പം ഈ കോളം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കോളം ക്രൊമാറ്റോഗ്രഫി എന്നാണ് പറയുന്നത്. എല്ലാ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ് പോലെ ഇവിടെയും ഒരു സ്റ്റേഷനറി ഫേസും ഉണ്ട്, ഒരു മൊബൈൽ ഫേസും ഉണ്ട്. ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് സോളിഡും അതുപോലെ ലിക്വിഡ് ഫേസ് ഒരു ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ ആകാം. If the mobile phase uses a liquid, the technique is called liquid column chromatography. When the mobile phase uses a gas, the technique is termed as gas chromatography. അപ്പം മൊബൈൽ ഫേസ് ഒരു ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ലിക്വിഡ് കോളം ക്രൊമാറ്റോഗ്രഫി എന്നും, ആ മൊബൈൽ ഫേസ് ഒരു ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മളൊരു ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫറൻഷ്യൽ അബ്സോർപ്ഷന്റെ ബേസിസിലാണ് നമ്മൾ വസ്തുക്കളെ തരംതിരിക്കുക എന്നുള്ളത് ഓർക്കുക. ഇനി ഇതിൻ്റെ അകത്തില് കുറച്ച് ടേംസ് ഉണ്ട്. ഈ ടേംസ് നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ആദ്യത്തേത് എല്ലുവെന്റ്. എല്ലുവെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മൊബൈൽ ഫേസിനെയാണ് എല്ലുവെന്റ് എന്ന് പറയുന്നത്. The solvent or mobile phase that passes through the column. In liquid chromatography, the eluent is a liquid solvent, and in a gas chromatography, it is a carrier gas. അതായത് എലുവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ മൊബൈൽ ഫേസ് ആ ഒരു സോൾവെന്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതിനെയാണ് നമ്മൾ എലുവെന്റ് എന്ന് പറയുന്നത്. അത് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയിൽ ആണെന്നുണ്ടെങ്കിൽ എലുവെന്റ് ഒരു ലിക്വിഡ് സോൾവെന്റ് ആയിരിക്കും. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ ഈ എലുവെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആയിരിക്കും. ഓക്കെ, ഇനി എലുവേറ്റ്. എലുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കിട്ടുന്ന ആ സാധനത്തിനെയാണ് നമ്മൾ എലുവേറ്റ് എന്ന് പറയുന്നത്. ദ മിക്സ്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട് ദാറ്റ് എക്സിറ്റ്സ് ദ കോളം ദാറ്റ് ഈസ് കളക്ടഡ് ഇൻ ദ ഫ്ലാസ്ക്. അപ്പം നമ്മൾ ഈ ടെക്നിക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തരം തിരിച്ചെടുക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ എലുവേറ്റ് എന്ന് പറയുന്നത്. ഇനി അനലൈറ്റ്. അനലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് മിക്സ്ചറിനെയാണോ തരംതിരിക്കേണ്ടത് ആ മിക്സ്ചറിനെ പറയുന്ന പേരാണ് അനലൈറ്റ് എന്നുള്ളത്. ഓക്കെ, മിക്സ്ചർ whose individual components have to be separated and analyzed is അനലൈറ്റ്. ഇനി എല്യൂഷൻ. എല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾവെന്റിന്റെ സഹായത്തോടുകൂടി ഒരു സോളിഡ് അബ്സോർബന്റ് മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്തുക്കളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. The process of using a solvent to separate a substance from a solid adsorbent. The solvent or eluent pass through the column and dissolves the molecules in the sample. ആ പ്രോസസ്സിനെയാണ്, ആ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേഷനറി ഫേസിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു സോളിഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സിലിക്ക ജെല്ലോ അല്ലാന്നുണ്ടെങ്കിൽ അലൂമിനിയം ആയിരിക്കും നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ മൊബൈൽ ഫേസ് അല്ലെങ്കിൽ എല്ലുവെന്റ് എന്ന് പറയുന്നത് ഒരു സോൾവെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സോൾവെന്റോ അല്ലെങ്കിൽ 1-2 സോൾവെന്റ് മിക്സ്ചറുകളായിരിക്കും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സോൾവെന്റ്സ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ സോൾവെന്റിന്റെ പൊളാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്നിൽ കൂടുതലായിട്ടുള്ള സോൾവെന്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സോൾവെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സെയിന്, പിന്നെ അതിന്റെ പൊളാരിറ്റിയുടെ ബേസിലാണ് പറയുന്നത്. ഹെക്സെയിന്, ഡൈക്ലോറോമീഥെയിന്, ഈഥൈൽ അസറ്റേറ്റ്, അസറ്റോണ്, മെഥനോൾ. അപ്പൊ ഇവയൊക്കെയാണ് നമ്മൾ നോർമലി മൊബൈൽ ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റേഷനറി ഫേസ് സോളിഡ് ആയിരിക്കും. സോളിഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിലിക്ക ജെല്ലും അതുപോലെ അലൂമിനിയം ആയിരിക്കും. മൊബൈൽ ഫേസ് ഇതൊരു സാധാരണ രീതിയിൽ ലിക്വിഡ് ആയിരിക്കും.
ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ ആകാം. ലിക്വിഡായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് പറഞ്ഞത്. ഹെക്സെയിന്, ഡൈക്ലോറോ മീഥെയിന്, ഈഥൈൽ അസറ്റേറ്റ്, അസറ്റോണ്, മെഥനോളൊക്കെ. ഇനി ഇതിൻ്റെ അകത്തിലെ കോളം പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇതാണ് ഞാൻ ഈ പറഞ്ഞ കോളം ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്ലാസ് ട്യൂബിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പേര് കോളം ക്രൊമാറ്റോഗ്രഫി എന്ന പേര് നമുക്ക് കിട്ടാനായിട്ട് കാരണം. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാൽ നമ്മൾ സ്റ്റേഷനറി ഫേസിന്റെ സെലക്ഷനാണ്. ഏത് സാമ്പിളിനെയാണോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ സ്റ്റേഷനറി ഫേസ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു നോർമലി സിലിക്ക ജെല്ലോ അല്ലെങ്കിൽ അലൂമിനിയം ആയിരിക്കും നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്റ്റേഷനറി ഫേസ് കോളത്തിൻ്റെ അതിൽ നമ്മൾ പാക്ക് ചെയ്യണം. അതിനു മുമ്പായിട്ട് ഈ കോളത്തിന്റെ ബേസിൽ ഈ താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു കോട്ടൺ പ്ലഗ് വെക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ മുകളിലോട്ട് ഇടുന്ന ഈ സിലിക്കയൊക്കെ ഉണ്ടല്ലോ അത് താഴേക്ക് പോകും. അപ്പോൾ അത് പോകാതിരിക്കാനായിട്ട് ആദ്യമേ ഒരു കോട്ടൺ പ്ലഗ് വെക്കും. അതിനുശേഷം ചെറിയ ഒരു ലെയർ സാൻഡ് ഇവിടെ വെക്കും. ഇവിടെ ഒരു ഗ്ലാസ് വൂൾ ഓർ കോട്ടൺ ഇത് കണ്ടോ, ഇവിടെ താഴെയായിട്ടൊരു കോട്ടൺ വെക്കും. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സാൻഡ് ഇടും. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ കോളം പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ കോളം പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈ പാക്കിംഗ് അല്ലെങ്കിൽ ഡ്രൈ ഫില്ലിംഗ്, രണ്ടാമത്തത് വെറ്റ് പാക്കിംഗ് അല്ലെങ്കിൽ വെറ്റ് ഫില്ലിംഗ്. ഈ ഡ്രൈ മെത്തേഡിൽ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഈ സ്റ്റേഷനറി ഫേസ്, ഇപ്പം ആ സിലിക്ക അല്ലെങ്കിൽ അലൂമിനിയം, അത് പൗഡർ ഫോമിലായിരിക്കും. അത് ഈ നമ്മുടെ കോളത്തിലേക്ക് നിറയ്ക്കും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ അകത്തിലേക്ക് നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള സോൾവെന്റ് കൂടി ഒഴിക്കും. ഇതിനെയാണ് ഡ്രൈ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ആ പൗഡർ ഫോമിലിരിക്കുന്ന സ്റ്റേഷനറി ഫേസ് ആദ്യമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ അതിലേക്ക് സോൾവെന്റ് കൂടി ഒഴിക്കുന്നു. ഇതിനെയാണ് ഡ്രൈ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, വെറ്റ് മെത്തേഡ്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനറി ഫേസും ലിക്വിഡ് ഫേസും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സ്ലറി ആക്കും. ഓക്കെ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതിന് സ്ലറി എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് കോളത്തിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ നോർമലി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെറ്റ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പം ഈ നമ്മുടെ സ്റ്റേഷനറി ഫേസും സ്റ്റേഷനറി മൊബൈൽ ഫേസും കൂടെ മിക്സ് ചെയ്ത് ഒരു സ്ലറി ആക്കിയിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തിലേക്ക് നിറയ്ക്കുന്നു. ഓക്കെ, ഇനിയും ഇതിന് മുകളിലായിട്ട് ഇപ്പം ഈ 2 ഫേസും നിറച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒന്നും കൂടി നമ്മൾ ഇപ്പം ഈ സാൻഡ് ലെയർ ഇതൊക്കെ ഉണ്ടോ, ഇതിന് മുകളിലായിട്ട് ഒന്നും കൂടി നമ്മൾ സാൻഡ് ലെയർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാൻഡ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് ഇനേർട്ടായിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് നമ്മുടെ സാമ്പിളുമായിട്ടോ അല്ലെങ്കിൽ സിലിക്കായിട്ടൊന്നും റിയാക്ട് ചെയ്യത്തില്ല. ഈ മൊബൈൽ ഫേസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറി ഫേസിന്റെ ബേസിലായിരിക്കും നമ്മൾ മൊബൈൽ ഫേസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേഷനറി ഫേസ് സാധാരണ നമ്മൾ സിലിക്ക അലുമിനിയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് നോർമലി പോളാറായിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ നോൺ പോളാർ ആയിരിക്കും. ഓക്കെ, ലെസ് പോളാർ ആയിട്ടുള്ള സോൾവെന്റ് ആയിരിക്കും നമ്മൾ മൊബൈൽ ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാൻഡ് ലെയർ വരെ ഇട്ടു. അപ്പോൾ ആദ്യമേ കോട്ടൺ വെച്ചു, അതിൻ്റെ മുകളിലായിട്ട് സാൻഡ് നിറച്ചു. പിന്നെ ഇത് രണ്ടും കൂടെ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു സാൻഡ് ലെയർ ഇട്ടു. ഇനിയും ഈ കോളത്തിന്റെ മുകളിലേക്ക് നമ്മൾ പതുക്കെ സാമ്പിൾ ആഡ് ചെയ്യും. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ സാമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സാമ്പിൾ ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സോൾവെന്റ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നമ്മുടെ സാമ്പിളിലുള്ള പോളാർ മോളിക്യൂൾസ് കോളത്തിൽ ഇങ്ങനെ കൂടി പതിയെ മൂവ് ചെയ്യും. എന്നാൽ ലെസ് പോളാർ ആയിട്ടുള്ളത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അതായത് നമ്മൾ സ്റ്റേഷനറി ഫേസ് ഇത് സാമ്പിൾ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് സാമ്പിൾ അവിടുന്ന് സെപ്പറേറ്റഡ് ആയി. ഓക്കെ, ഇതിൻ്റെ അകത്തിൽ നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് നല്ല ഇൻട്രാക്ഷൻ ഉള്ള വസ്തുക്കൾ അത് വലുതായിട്ട് മൂവ് ചെയ്യത്തില്ല. എന്നാൽ ഈ സ്റ്റേഷനറി ഫേസുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത വസ്തുക്കൾ അത് നല്ല പെട്ടെന്ന് മൂവ് ചെയ്യും. ഓക്കെ, അതായത് സാമ്പിളിലുള്ള പോളാർ മോളിക്യൂൾസ് കോളത്തിൽ കൂടി പതിയെ മൂവ് ചെയ്യത്തുള്ളൂ. എന്നാൽ ലെസ് പോളാർ ആയിട്ടുള്ളത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും.
പിന്നീട് നമ്മൾ ഈ കോളത്തിന്റെ താഴെ ഒരു ടാപ്പ് ഉണ്ട്. ഓക്കെ, ഈ ടാപ്പ് ഓൺ ആക്കിയിട്ട് അതിൽ കൂടെ ഈ വസ്തുക്കൾ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോർമലി 2 തരം സോൾവെന്റ് നമുക്ക് ഉപയോഗിക്കാം. ആ സോൾവെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഐസോക്രാറ്റിക് സോൾവെന്റും ഉപയോഗിക്കാം, നമുക്ക് ഗ്രേഡിയന്റ് സോൾവെന്റ് ആയിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അതായത് നമ്മൾ ഒരു സോൾവെന്റ് മാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഐസോക്രാറ്റിക് സോൾവെന്റ് എന്നുള്ളത്. In an isocratic system, only one solvent is passed through the stationary phase. എന്നാൽ ഗ്രേഡിയന്റിന്റെ അകത്തിലാണെങ്കിൽ 2 solvents with predefined ratios have been passed through the stationary phase to separate the components. Chemists generally use gradient system for isolation of compounds. സാധാരണഗതിയിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സോൾവെന്റുകൾ ഉപയോഗിക്കാറുണ്ട് ഒരു മിക്സറിന്റെ സെപ്പറേഷൻ സമയത്ത്. അപ്പോൾ അതിനെ നമ്മൾ ഗ്രേഡിയന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രേഡിയന്റ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പിളിൽ ഇത്രയും പോളാർ കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ സിംഗിൾ സോൾവെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലൂഷൻ നടക്കത്തില്ല. അവിടെ പല സോൾവെന്റും ഉപയോഗിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് സോൾവെന്റ് എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ ലെസ് പോളാർ ആയിട്ടുള്ള സോൾവെന്റ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്, ഈ സാമ്പിളിലുള്ള ലെസ് പോളാർ കോമ്പൗണ്ട്സ് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യും. എന്നാൽ അതിലുള്ള പോളാർ കോമ്പൗണ്ട്സ് സിലിക്കയുമായിട്ട് ബോണ്ടഡ് ആയിരിക്കും. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്ന പോലെ പോളാർ കോമ്പൗണ്ട്സ് നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് സ്ട്രോങ് ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെയും സെപ്പറേറ്റ് ചെയ്യണ്ടേ. അപ്പൊ അതിനായിട്ട് വീണ്ടും നമ്മൾ സോൾവെന്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം അതിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് സോൾവെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ പൈപ്പിൽ കൂടി ഈ സംഭവങ്ങളെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കോളം ക്രൊമാറ്റോഗ്രഫിയുടെ ടെക്നിക്ക്. ഓക്കെ, ഇനിയും ഈ കോളം ക്രൊമാറ്റോഗ്രഫിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ആൻഡ് ഐസൊലേറ്റ് പ്ലാന്റ് പിഗ്മെന്റ്സ്. This technique is used for quality control in food industry for analyzing preservatives and food additives. അപ്പം നമ്മൾ പ്ലാന്റ് പിഗ്മെന്റ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നോർമലി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലെ നമ്മൾ ഫുഡിലെ പ്രിസർവേറ്റീവ്സും ഫുഡ് അഡിറ്റീവ്സിനെയൊക്കെ തരംതിരിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് കോളം ക്രൊമാറ്റോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. അപ്പം കോളം ക്രൊമാറ്റോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്താണ്, ഇതൊരു ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷന്റെ ബേസിസിലാണ് നമ്മൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് സോളിഡും മൊബൈൽ ഫേസ് ലിക്വിഡുമാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഈ ടേംസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലുവെന്റ്, എല്ലുവേറ്റ്, അനലേറ്റ്, അതുപോലെ എലൂഷൻ. പിന്നെ സ്റ്റേഷനറി ഫേസിൽ നമ്മൾ സിലിക്ക ജെല്ലും അലൂമിനിയാണ് ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫേസിൽ ഒരു സോൾവെന്റ് അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും നോർമലി വരുന്നതെന്ന് പറഞ്ഞു. ഈ സോൾവെന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഗ്രേഡിയന്റും പിന്നെ ഐസോക്രാറ്റിക് സോൾവെന്റും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ക്രൊമാറ്റോഗ്രഫിയിൽ ഏറ്റവും ബേസ് ആയിട്ട് നോക്കാനുള്ളത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. Which method is commonly used to pack the stationary phase in column chromatography? Dry packing, layered packing, static packing, slurry packing. അതിന്റെ ആൻസർ സ്ലറി പാക്കിംഗ് ആണ്. സ്ലറി പാക്കിംഗ് അല്ലെങ്കിൽ വെറ്റ് പാക്കിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഈ കോളം ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത്. Which of the following factors is most likely to cause band broadening in column chromatography? Increasing the flow rate of mobile phase, decreasing the particle size of the stationary phase, using a gradient elution, decreasing the column length. ഇതിന്റെ ആൻസർ ഇൻക്രീസിംഗ് ദ ഫ്ലോ റേറ്റ് ഓഫ് മൊബൈൽ ഫേസ് ആണ്. Which of the following can increase the efficiency of separation in column chromatography? Reducing the particle size of stationary phase, increasing the column diameter, increasing the sample load, using a short column. Answer, reducing the particle size of stationary phase ആണ്. സ്റ്റേഷനറി ഫേസിന്റെ പാർട്ടിക്കിൾ സൈസ് ഏറ്റവും ചെറിയ സൈസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കോളം ക്രൊമാറ്റോഗ്രഫിയുടെ എഫിഷ്യൻസി നമുക്കത് കൂട്ടാനായിട്ട് സാധിക്കും. കോളം ക്രൊമാറ്റോഗ്രഫി ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അയൺ എക്സ്ചേഞ്ച്, ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ, എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അബ്സോർപ്ഷൻ. ആൻസർ ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ആണ്. Which of the following
cannot be used as an adsorbent in column chromatography. Magnesium oxide, silica gel, potassium permanganate, activated alumina. Answer potassium permanganate ആണ്. Why is temperature control important in column chromatography? It affects the viscosity of the mobile phase. It changes the polarity of the stationary phase. It alters the stationary phase particle size. It has no effect on chromatographic separation. Answer, it affects the viscosity of the mobile phase. താങ്ക് യു. ഇത്രയാണ് നമുക്ക് കോളം ക്രൊമാറ്റോഗ്രഫിയിൽ നോക്കാനുണ്ടായിരുന്നത്. ഇത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ സ്ലൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളിത് ബേസ് ആയിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി നിങ്ങൾ കുറച്ചുകൂടെ ഫർദർ റീഡിങ് ചെയ്യുക. ഇനിയും കുറേ കാര്യങ്ങളൂടെ ഉണ്ട് ഇതിൻ്റെ അകത്തിൽ. ഇത്രയും കാര്യങ്ങളെങ്കിലും ഏറ്റവും മിനിമം ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.